Module 5 Current Trends in Logistics. ലോജിസ്റ്റിക് സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോജിസ്റ്റിക് സ്ട്രക്ചറിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഷിപ്പിംഗ്. ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ഓർഡർ the consignment and the transaction will be organized either through courier service or through logistics partner of a firm. അപ്പോൾ നമ്മൾ ഒരു ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ ആ ഓർഡറിൻ്റെ സൈസും അതിൻ്റെ നേച്ചറും അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഏത് കൊറിയർ സർവീസാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ ഏത് ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. The decision software will decide online on the choice of carrier, transportation mode and scheduling of dispatch considering the client's location, public holidays and other eventualities. പിന്നെ പറയുന്നത് ഇവിടെ നമ്മൾക്ക് ലോജിസ്റ്റിക്സ് ആണ്, ട്രഡീഷണൽ ലോജിസ്റ്റിക്സ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഏത് ട്രാൻസ്പോർട്ടേഷൻ മോഡാണ്, ഏത് കാരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ഡേയിലാണ് അത് ഡിസ്പാച്ച് ചെയ്യേണ്ടത്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ സോഫ്റ്റ്വെയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിൻ്റെ അവരുടെ ക്ലയൻറ്റിൻ്റെ ലൊക്കേഷനും അതുപോലെ വരാനിരിക്കുന്ന പബ്ലിക് ഹോളിഡേയ്സും വരുന്ന ഇവൻറ്റ്സിനൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് എന്നാണ് ഇത് ഡിസ്പാച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ഷിപ്പിങ്ങിൽ വരുന്നത്. Next ആണ് tracking and tracing. After placement of an order, the client always want to know the order status or whereabouts of the product during transit. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർഡർ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഓർഡർ ഷിപ്പ് ചെയ്തോ പ്രോസസ്സിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് ഏതൊരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാക്കിംഗ് ആൻഡ് ട്രേസിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ടൈമിൽ എല്ലാ സെല്ലേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ബാർകോഡ് സിസ്റ്റം വിത്ത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വിൽ ഹെൽപ്പ് ട്രാക്കിംഗ് ദ കൺസൈൻമെൻറ്റ്. മോസ്റ്റ് സെല്ലേഴ്സ് പ്രൊവൈഡ് കൺസൈൻമെൻറ്റ് ട്രാക്കിംഗ് ഫെസിലിറ്റി ഓൺ ദെയർ വെബ്സൈറ്റ് ഫോർ ദ ക്ലയൻറ്റ് ആസ് എ വാല്യൂ ആഡഡ് സർവീസ്. ഇവിടെ ബാർകോഡ് സ്കാനറും അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഓരോ കൺസൈൻമെൻറ്റും എവിടെ വരെ എത്തി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വാല്യൂ ആഡഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു വാല്യൂ ആഡഡ് സർവീസ് ആയിട്ടാണ് സെല്ലേഴ്സ് കസ്റ്റമറിന് അവരുടെ ഓർഡർ ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നത്. നെക്സ്റ്റ്, പേയ്മെൻറ്റ്സ്. ഇൻ B2C transactions, payments are accepted through credit or debit cards. In this transaction, the system needs credit management support to decide on the credit terms to individual clients based on their past payment history and volume of business received. ഇവിടെ പറയുന്നത് ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ പേയ്മെൻറ്റ്സ് സ്വീകരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് വഴിയായിരിക്കാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയായിരിക്കാം. ഇത് നമ്മൾ ഏത് ഫോമാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഫോമാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? ഓരോ ഇൻഡിവിജ്വൽ ക്ലയൻസിൻ്റെയും അവരുടെ നേരത്തെയുള്ള പേയ്മെൻറ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ എത്ര വോളിയം, അവർക്ക് എത്ര ഓർഡർ കിട്ടുന്നുണ്ട് അതിനനുസരിച്ചാണ്. ബൾക്ക് ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ, അതായത് ക്യാഷ് ഓൺ ഡെലിവറി പോലുള്ള ഫെസിലിറ്റീസൊക്കെ കൊടുക്കാറുണ്ട്. Then the system needs to generate online invoices, delivery notes, payment outstanding reports, payment reminder etc. using EDI, that is electronic data interchange. Electronic data interchange എന്ന് പറയുമ്പോൾ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസ് തമ്മിൽ ഡാറ്റ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡാറ്റ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പയർ ചെയ്യണത് ഇതായിരിക്കും, അതായത് ഇൻവോയ്സ് നമ്മൾക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പേയ്മെൻറ്റ്സ് ഹിസ്റ്ററിയും എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഇൻവോയ്സ്, അതുപോലെ തന്നെ ഡെലിവറി നോട്ട്സ്, എത്ര പേയ്മെൻറ്റ് ഇനി ഔട്ട്സ്റ്റാൻഡിങ് കൊടുത്ത് തീർക്കാനുണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിമൈൻഡർ, എന്തെങ്കിലും ഇത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡേറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റിമൈൻഡർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി. Security can be enhanced by using an electronic fraud checking system that checks the customer credit card electronically by running anti-fraud algorithms or other type of authentication system that at the time of order processing or material dispatch. അപ്പോൾ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ടായിരിക്കും കസ്റ്റമർ ഈ ഒരു എമൗണ്ട് പേ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് അവരുടെ കാർഡ് ഇൻഫർമേഷനും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ ആരുടെ കയ്യിലേക്കും പോവാതിരിക്കാനായിട്ട് സേഫായിട്ട് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാനായിട്ട്
ഈ പറയുന്ന ആൻറ്റി ഫ്രോഡ് അൽഗോറിതംസും അതുപോലെ തന്നെ അതിൽ പല ടൈപ്പ് ഓഫ് ഒതൻറ്റിക്കേഷൻ നമ്മളിപ്പോൾ OTP ഒക്കെ വരും അല്ലേ, വൺ ടൈം പാസ്വേഡ്. OTP വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ കസ്റ്റമർ തന്നെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളത് OTP അക്സെപ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്ത് അത് വെരിഫൈ ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് ആവുള്ളൂ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെയുള്ള ഒതൻറ്റിക്കേഷൻ സിസ്റ്റംസൊക്കെ നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ ഓർഡർ പ്രോസസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മെറ്റീരിയൽ ഡിസ്പാച്ച് ചെയ്യുന്നതിൻ്റെ ടൈമിലുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഓർഡർ പോസ്റ്റ്പോൺമെൻറ്റ്, ക്യാൻസലേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻസ്. E-commerce firms have to carefully evolve their policies for order cancellation, postponement, and offering substitutes in the event of inventory is not available due to some problem in supply chain for reasons beyond management control. In such cases, the firm may have to inform the customer in time and request cancellation of orders. ദെൻ ഇവിടെ പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും കേസസ് വന്നിട്ട് ആ ഇൻവെൻറ്ററി നമ്മളുടെ സ്റ്റോക്കിലില്ല. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക. ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് പക്ഷേ ആ പ്രൊഡക്ഷൻ ഫേമിന് അത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻവെൻറ്ററി അവൈലബിൾ അല്ല. ഇനി ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കാം, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചിലപ്പോൾ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ നമ്മളത് ഓർഡർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചില ഐറ്റംസ് അതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കസ്റ്റമറിനുള്ള ഇൻഫർമേഷനാണ്. അവരെന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യും. പിന്നെ ആ ഒരു ഇത് നമ്മളെന്തെങ്കിലും വിഷ് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അത് പിന്നെ ഒരു ദിവസത്തേക്ക് വാങ്ങാമെന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ അതിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇതിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള പോളിസീസ്, ക്യാൻസലേഷനും പോസ്റ്റ്പോൺമെൻറ്റിനും സബ്സ്റ്റിറ്റ്യൂട്ട്സിനുള്ള പോളിസീസൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കസ്റ്റമറിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഐറ്റം സ്റ്റോക്കിലില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കസ്റ്റമറിന് ഒരു റിക്വസ്റ്റ് പോലെ ഈ ഫേം, അതായത് നമ്മൾ ഏത് ഫേമിലേക്കാണോ പർച്ചേസ് ഓർഡർ കൊടുത്തിരിക്കുന്നത് ആ ഫേം അതിനുള്ള പ്രോസസ്സിങ് ചെയ്യേണ്ടതാണ്. ദ ഫേം മേ ഓഫർ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഓർ പോസ്റ്റ്പോൺ ഡെലിവറി. ദ സിസ്റ്റം ഷുഡ് ഓട്ടോമാറ്റിക്കലി സിഗ്നൽ ദ ലൈക്ലി ഇവൻച്വാലിറ്റീസ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് സോ ദാറ്റ് എ കസ്റ്റമർ ആർ ഇൻഫോംഡ് വെൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആരാണ് ചെയ്യുന്നത്? ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റംസ് തന്നെയാണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് അഡ്വാൻസ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും അവർക്ക് അവരുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ദെൻ റിവേഴ്സ് മെറ്റീരിയൽ ഫ്ലോ. ദെൻ നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി മെറ്റീരിയൽ റിവേഴ്സ് ഫ്ലോ എന്ന് പറയുമ്പോൾ, ഇൻ ദ ഇവൻറ്റ് ഓഫ് കസ്റ്റമർ ഡസ് നോട്ട് ലൈക്ക് ദ പ്രോഡക്റ്റ് പെർഫോമൻസ് ബിലോ ദ എക്സ്പെക്ടേഷൻ ഓർ ദ പ്രോഡക്റ്റ് ഇസ് ഡാമേജ്ഡ് ഡ്യൂറിങ് ട്രാൻസിറ്റ്, ദ ഫേം നീഡ്സ് ടു ഇവോൾവ് ദ പ്രോഡക്റ്റ് റിട്ടേൺ പോളിസി ഫോർ ഗൈഡ് ലൈൻസ് ടു ദ കസ്റ്റമേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് വിത്തിൻ ദ ഫേം. ദെൻ അപ്പോൾ നമ്മൾ സാധാരണ കാണാറുള്ളതാണ്, പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റിന് ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പ്രോഡക്റ്റ് അല്ല നമ്മൾക്ക് കിട്ടിയത്, ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് അല്ല കിട്ടിയത്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനുള്ള ടേംസ് ആൻഡ് പോളിസീസും ഫേം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. The time frame to lodge the complaint or return the product at the assigned collection centers has to be carefully spelled out in the sales contract displayed on the website. ദെൻ അപ്പോൾ എങ്ങനെയാണ് റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് പോളിസി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര ഡേയ്സിനുള്ളിൽ റിട്ടേൺ അവൈലബിൾ ആണെന്നുള്ള കാര്യം. ചില പ്രോഡക്റ്റുകൾക്ക് റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ അല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സൈറ്റിൽ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. Then the responsibilities of both the seller and buyer for return of goods have to be indicated to avoid customer dissatisfaction. The machinery to take care of the reverse material flow may be a stand-alone system or integrated to the forward supply chain of the firm depending on the volume involved in reverse flow. അപ്പോൾ ഈ റിവേഴ്സ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഗുഡ്സ് നമുക്ക് ഡെലിവറി ചെയ്ത ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും അല്ലേ. നമ്മൾക്ക് നമ്മളുടെ ഏരിയയിൽ തന്നെ ഒരു സെൻറ്റർ ഉണ്ടാവും. നമുക്ക് ഡെലിവറി ചെയ്യുന്ന സെൻറ്റർ പോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റർ ഉണ്ടാവും. അവിടെ കളക്ഷൻ സെൻറ്റർ ഉണ്ടാവും. കളക്ഷൻ സെൻറ്ററിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്തിട്ട് പുതിയ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ചെയ്യും. ഓക്കെ, അതൊക്കെ ചെയ്യുന്നത് ഒരു സിസ്റ്റം തന്നെയാണ്. ഇതിനുള്ള ഇൻഫർമേഷൻസൊക്കെ ഷെയർ ചെയ്യുന്നത്. നമ്മൾക്ക് നമ്മൾ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ കയറി സാധാരണ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെ ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്താൽ അത് ഓരോ കസ്റ്റമറിൻ്റെയും അല്ലെങ്കിൽ ഫേമിൻ്റെയും ഓരോ പോളിസീസ് അനുസരിച്ച് റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ ആയിരിക്കും. ദെൻ ലോജിസ്റ്റിക്സ് റിസോഴ്സ് മാനേജ്മെൻറ്റ്.
Logistic resource management is the process whereby manufacturers, distributors, and suppliers store and move their products through supply chain to their consumers. Key functions of logistic resource management are warehouse management, transportation management, logistics performance measurement, etc. ദെൻ പിന്നെ പറയുന്നത് ലോജിസ്റ്റിക്സ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്നാണ്. ലോജിസ്റ്റിക്സ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചറേഴ്സും അതുപോലെ തന്നെ നമ്മളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരും സപ്ലൈ ചെയ്യുന്നവരും അവരുടെ പ്രോഡക്റ്റ് ആ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ പ്രോസസ്സുകളെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റിൽ വരുന്ന ആക്ടിവിറ്റീസാണ് ഇവിടെ ലോജിസ്റ്റിക്സ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന കീ ഫങ്ഷൻസ് വെയർഹൗസ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതായത് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ വെയർഹൗസ് ചെയ്യണം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് മെഷർമെൻറ്റ്, ദെൻ അത് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മെഷർമെൻറ്റ് ചെയ്യുക. ദെൻ എന്തെങ്കിലും തെറ്റുകളോ ഡിലേയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രക്ചറിൽ വരുന്നത്. Then next ആണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. Reverse logistics means flow of surplus or unwanted material, goods or equipment back to the firm through its logistics chain for reuse, recycling or disposal. അപ്പോൾ നമ്മളുടെ ഫേമിൽ നിന്നും ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി, അതിനുശേഷം അതിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ പ്രോഡക്റ്റോ അൺവാണ്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ലോജിസ്റ്റിക്സ് ചെയിനിൽ കൂടെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ആ ഫേമിലേക്ക് ചെല്ലുന്നത്. ഓക്കെ, അത് റീസൈക്കിൾ ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് റീസൈക്കിൾ ചെയ്യാനായിരിക്കാം, ദെൻ അത് ഡിസ്പോസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനും അത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഫോർ ഓൾ ഓപ്പറേഷൻസ് റിലേറ്റഡ് ടു റീയൂസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് മെറ്റീരിയൽസ്. ദെൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത ഗുഡ്സിന് നമ്മളിപ്പോൾ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും നമ്മൾക്ക് പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സിൽ വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്തിട്ട് റിവേഴ്സ് ആ കമ്പനിയിലേക്ക് തന്നെ യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് റിട്ടേൺ വരുന്ന ടൈപ്പ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മൂവിങ് ഗുഡ്സ് ഫ്രം ദെയർ ടിപ്പിക്കൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫോർ ദ പേർപ്പസ് ഓഫ് ക്യാപ്ചറിങ് വാല്യൂ ഓർ പ്രോപ്പർ ഡിസ്പോസൽ. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് കസ്റ്റമേഴ്സിലേക്ക് എത്തിയ ഗുഡ്സ് റിട്ടേൺ നമ്മുടെ ഫേമിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക് തന്നെ എന്തിനു വേണ്ടിയിട്ട്, ഒന്നില്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് റീയൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോസ്റ്റ് കുറച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടിയിട്ട്. ദെൻ പ്രോപ്പർ ഡിസ്പോസൽ, ഇനി അത് ഡിസ്പോസ് ചെയ്യാനുള്ള വേറെ പ്ലേസസോ അല്ലെങ്കിൽ ആ ഒരു ഫേമിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും റിവേഴ്സ് ലോജിസ്റ്റിക്സ് നമ്മൾക്ക് യൂസ് ചെയ്യും. ദെൻ ഡെഫിനിഷൻ ഓഫ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. Reverse logistics may be defined as a process of moving goods from their place of use back to their place of manufacture for reprocessing, refilling, repairs or recycling, waste disposal, etc. പറഞ്ഞത് തന്നെയാണ്. നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ യൂസ് ചെയ്ത ഒരു ഐറ്റം അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് വരുന്ന ബോട്ടിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കവേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ റീഫില്ല് ചെയ്തിട്ട് ആ ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് വീണ്ടും സ്റ്റിക്കറൊക്കെ വീണ്ടും ഒട്ടിച്ചിട്ട് ഇറക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റിപ്പയറോ അല്ലെങ്കിൽ റീപ്ലേസിങ്ങോ ചെയ്യാനായിട്ട്. ദെൻ അല്ലെങ്കിൽ വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ നല്ല രീതിയിൽ എൻവയോൺമെൻറ്റിന് ഹാം അല്ലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം റീപ്രോസസ്സ് ചെയ്ത് നമ്മൾക്ക് പുതിയ പ്രോഡക്റ്റായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പ്രോഡക്ട്സിനെ യൂസ് ചെയ്യുന്നതിനെയാണ്, പ്രോഡക്റ്റിനെ മൂവ് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഡിക്രീസ്ഡ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ്ഡ് അസറ്റ് യൂട്ടിലൈസേഷൻ. ഇവിടെ പറയുന്നത് എന്താണ്, ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ മെറ്റീരിയലിനെ നമ്മൾക്ക് ബെറ്റർ യൂട്ടിലൈസേഷൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് പുതിയൊരു അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കുറയ്ക്കാനും ഇതിലൂടെ ഹെൽപ്പ് ചെയ്യും. ദ റീസൺ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു കമ്പനീസ് ഈസ് എ കോസ്റ്റ് ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. We all know inventory cost money and manufacturers should always have a goal to do more with less. That means നമ്മളുടെ കയ്യിലുള്ള കുറച്ചുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതായത് ചിലപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കുറവായിരിക്കും, പക്ഷേ ആ മിനിമം റിസോഴ്സസ് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതുപോലെ മാക്സിമം ഗെയിൻ ഉണ്ടാക്കുക, അല്ലേ? അതാണ് എല്ലാ മാനുഫാക്ചറേഴ്സിൻ്റെയും മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും.
Then minimizing product return, repair and replacement times reduces the inventory requirements, thus decreasing the capital tied up in inventory. An optimized reverse logistics solution also have a benefit of increasing asset utilization by extending the product's life via repair or recycling, allowing manufacturers to extract even more value from the product. Then repair and replacement ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും അത് കമ്പനിയുടെ പ്രൊഡക്റ്റായിട്ട് വീണ്ടും ഇറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അതിനൊരു ഡിഫക്ട്സും ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്താൽ നമ്മൾക്കത് വീണ്ടും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റായിട്ട് ഇവിടെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹയർ റിട്ടൻഷൻ. സിംപ്ലി പുട്ട്, ഹാപ്പി കസ്റ്റമേഴ്സ് ആർ റിട്ടേൺ കസ്റ്റമേഴ്സ്. If a customer has bad experience with the product, you must make it right. Efficiently repairing or replacing products can directly affect how customers feel about your brand. Also, as online purchases continue to grow, customers are expecting return that are convenient and hassle-free. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് കൂടുതൽ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വളരെ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു റിട്ടേൺ ചെയ്യാനും അതുപോലെ തന്നെ ഐറ്റംസ് റീപ്ലേസ് ചെയ്യാനും വളരെ കൺവീനിയൻ്റ് ആണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ ഈ പറയുന്ന റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ബൈ ചെയ്ത പ്രോഡക്റ്റിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നിട്ട് അത് അവർ റിപ്പയർ ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പോലും കസ്റ്റമേഴ്സിന് അത് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടാവരുത്. ഹാപ്പി കസ്റ്റമേഴ്സ്, റിട്ടേൺ കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിലും തിരിച്ച് അവർക്ക് റിട്ടേൺ ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിട്ടേൺ ഓപ്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നുള്ളത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡിലേക്ക് തന്നെ അവരെ റീറ്റെയിൻ ചെയ്യിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then next ആണ് less environmental impact. Companies continues to take steps to reduce their environmental footprint, and it has never been more important to implement supply chain programs that are environmentally sustainable. One part of business with ample opportunity for environmental benefit is reverse logistics. Reverse logistics can help you identify ways to reuse, resell, or recycle materials that would otherwise end up in a landfill. A win-win solution for the environment and your company's reputation. That means environmental impact. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്തു, അതിനെന്തെങ്കിലും റിപ്പയർ വന്നു അല്ലെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് വീണ്ടും റിപ്പയർ ചെയ്ത് തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് വേസ്റ്റായി പോകുന്നില്ല. ഇൻ കേസ് ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എൻവയോൺമെൻറ്റിലേക്ക് വലിച്ചെറിയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എൻവയോൺമെൻറ്റിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്മളത് റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്സിലൂടെ അത് റീയൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്രോസസ്സ് ചെയ്യുകയോ റീഫില്ല് ചെയ്യുകയോ റിപ്പയർ ഒക്കെ ചെയ്തിട്ടാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾക്ക് അതിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സപ്ലൈ ചെയിൻ ട്രാൻസ്പെറൻസി. Supply chain transparency is once you have traditional forward logistics as well a reverse logistics process in place, supply chain operations will be transparent across your entire network. This benefit allows you to track logistics performance across the entire life cycle of a product and better identify opportunities for improvement. Without this transparency, it is impossible to fully oversee and holistically manage your supply chain operations. അപ്പോൾ സപ്ലൈ ചെയിൻ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിന് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക, അത് നമ്മളുടെ കമ്പനിയിലേക്ക് അത് തിരിച്ച് വരികയാണ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് റിപ്പയർ വന്നിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അത് ഏത് ടൈമിലാണ് അല്ലെങ്കിൽ എത്ര ഇയർ കഴിഞ്ഞപ്പോഴാണ് ആ പ്രോഡക്റ്റിന് കംപ്ലയിൻറ്റ് വന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ പ്രോഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ലോജിസ്റ്റിക്സ് വെക്കുന്നതിലൂടെ അല്ലെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് തിരിച്ച് ആ ഒരു പ്രോസസ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് മനസ്സിലാക്കാം
കമ്പനിക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാം അത് എത്ര കാലം ആ പ്രോഡക്റ്റ് നിലനിൽക്കും. ഓക്കെ, ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റിനെ അത് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഓപ്പർച്യൂണിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.